ശരീരം തളർന്നിട്ടും മനസ്സ് തളരാതെ പോരാടുന്ന വ്യക്തിത്വങ്ങൾ ഏവർക്കും മാതൃകയാണ്. ആത്മധൈര്യവും കഠിനാധ്വാനവും നന്മയും സമന്വയിപ്പിച്ച് വിജയം കണ്ടെത്തുന്ന ഈ വ്യക്തികളെ നിങ്ങൾക്കും മാതൃകയാക്കാം. ദ എഡ്ജിലേക്ക് സ്വാഗതം. സഖാവ് സൈമൺ ബ്രിട്ടോ. അതിജീവനത്തിന്റെ മൂർത്തീഭാവം. ശരീരത്തിനേറ്റ ക്ഷതം മനസ്സിനെ അറിയിക്കാതെ മറ്റുള്ളവർക്കെല്ലാം ഊർജം പകരുന്ന നന്മമരം. മുൻ MLA കൂടിയായ സൈമൺ ബ്രിട്ടോ 1983-ലുണ്ടായ കലാലയ രാഷ്ട്രീയ സംഘട്ടനത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. ചില മനുഷ്യരങ്ങനെയാണ്, ചുറ്റുമുള്ളവർക്കെല്ലാം എപ്പോഴും ഊർജം പകർന്നുകൊണ്ടേയിരിക്കും. ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി, മുൻ MLA, സ്വപ്നസഞ്ചാരി എന്നിങ്ങനെ ഈ വ്യക്തിക്ക് വിശേഷണങ്ങൾ ഏറെയാണ്. സ്വാഗതം ചെയ്യാം ശ്രീ സൈമൺ ബ്രിട്ടോയെ. സർ, സ്വാഗതം ദ എഡ്ജിലേക്ക്. ആദ്യം നമ്മൾ പോകുന്നത് സമീപകാലത്തെ ഒരു രാഷ്ട്രീയ സംഘട്ടനത്തിൽ ജീവൻ പൊലിഞ്ഞ അഭിമന്യുവിൻ്റെ വിഷയത്തിലേക്ക് തന്നെയാണ്. ഈ കലാലയ രാഷ്ട്രീയത്തിൽ ആയുധം വെച്ചുള്ള കളി വരുമ്പോൾ, അല്ലെങ്കിൽ അതൊരു സംഘട്ടനമായി മാറുന്നതിനോടുള്ള സഖാവിൻ്റെ മനോഭാവം എന്താണ്? ആയുധം കലാലയ രാഷ്ട്രീയത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ വന്നാലും രാഷ്ട്രീയം അവിടെ വെച്ച് മരവിച്ചു പോയി. ശരിക്കും ഒരു ആശയപരമായ ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ആയാലും ഒരു വിദ്യാർത്ഥി സംഘടന ആയാലും. അപ്പോൾ ശരിക്കും സംഘടനം വരുമ്പോൾ പിന്നെ അതിനെ റെസിസ്റ്റ് ചെയ്യണം, അതിനാവശ്യമാരാണ് പ്രതിരോധിക്കാനായിട്ട് ഇതുപോലെ തന്നെ ആയുധം പ്രയോഗിക്കാൻ കഴിവുള്ള ആൾക്കാർ വേണം. എന്നാലും തടുത്ത് ഞങ്ങളുടെയൊക്കെ അനുഭവം വെച്ച് തന്നെ പറയാം. അപ്പോൾ ഇങ്ങനൊരു അന്തരീക്ഷം എപ്പോൾ ഉണ്ടാകുന്നു അന്ന് ആ ഇതിൻ്റെ അവിടെ മരവിച്ചു പോയി. അതൊരു വശം. രണ്ടാമതിപ്പോൾ ഏതൊരു സമൂഹത്തിലും ആയുധം ഉപയോഗിച്ച് മനുഷ്യനെ ആക്രമിക്കുകയോ കൊല്ലുക, വയലൻസ് എന്ന് പറയും, അത് നമ്മുടെ ഒരു സമൂഹത്തിന് യോജിച്ചതല്ല. അതിപ്പോൾ അങ്ങനെയാണ് ലെബനോൺ ഏറ്റവും കൂടുതൽ ആയുധം ഉപയോഗിച്ചതാണ്. ഇതുപോലെ തന്നെ താലിബാൻ ഉപയോഗിച്ചതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആയുധങ്ങൾ എവിടെയൊക്കെയാണ് വരുന്നത്? ഇപ്പോൾ പുതിയ കാലഘട്ടം കൂടിയാണ്. അപ്പോൾ ആയുധങ്ങൾ എവിടെയൊക്കെയാണ് വന്നത്? അപ്പോൾ അത് ബാധിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ, സ്ത്രീകളെ, കുടുംബങ്ങളെ, അതുപോലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ, അപ്പോൾ മറ്റൊരു ആയുധവും ധനവും ശേഷിയുള്ളവർ, അവരിങ്ങനെ മറ്റവർക്ക് പ്രതിരോധിക്കാൻ കഴിയാത്ത ആൾക്കാർ വരും. അതുകൊണ്ട് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ എപ്പോഴും നമുക്ക് ഒഴിവാക്കാൻ, അതായത് എത്ര കണ്ട് അതിന് പൊതുസമൂഹത്തിൻ്റെ ഒരു ഉണർവ് കൂടി വേണം, ജാഗ്രത വേണം. പിന്നെ നിലവിൽ എപ്പോഴും സമൂഹത്തിന് പല പല പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രശ്നങ്ങളെ എങ്ങനെ നേരിടാൻ, ഭരണപരമായ പ്രശ്നങ്ങളുണ്ട്, അത് അവർ നേരിടണം. പിന്നെ രാഷ്ട്രീയമായിട്ടുള്ളത് അവർ നേരിടണം, നിയമപരമായിട്ടുള്ള അവർ നേരിടണം. അപ്പോൾ അങ്ങനെ കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ നമുക്ക് ജനാധിപത്യപരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. ഇതിൽ എവിടെയൊക്കെ വയലൻസ് വരുന്നു, ആയുധമെടുത്തുള്ള വയലൻസ്, എല്ലാത്തിലും വയലൻസ് വരാം. പൊതുസമൂഹത്തിൽ എല്ലാ സ്ഥലത്തും വയലൻസ് വരാം. ഇപ്പം നമ്മൾ പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് കാരണം ഒരാളെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ എത്രയോ മനുഷ്യരാണ് ഇഞ്ചിഞ്ചായിട്ട് നീതി കിട്ടാണ്ടൊക്കെ കഷ്ടപ്പെടുന്നത്. അതെല്ലാം ഈ വയലൻസിൽ പെടും. പക്ഷേ എന്തൊക്കെ വന്നാലും ഒരാളുടെ ജീവൻ കൊടുക്കാൻ നമുക്ക് കഴിയില്ല. അതുപോലെ ഒരിക്കലും ഒരാളുടെ ജീവൻ എടുക്കാനും നമുക്ക് അവകാശമില്ലെന്ന് മാത്രമല്ല, അത് നീചമാണ്. അതുപോലെ ഒരാളെ പരിക്കേൽപ്പിക്കുക, വാക്കുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, അത് ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചെയ്യാതെ എഴുത്, മനസാക്ഷിക്ക് നിരക്കുന്ന ചെയ്യണം. പക്ഷേ അറിയാതെ പക്ഷേ ഈ ഒരു ആയുധം എടുക്കുമ്പോൾ അതിൻ്റെ കളി മാറിയാണ്. പിന്നെ ചിലപ്പോൾ ചില ആൾക്കാർക്ക് എനിക്കറിയാവുന്ന ഒരുപാട് പേരുണ്ട്, അവരുടെ ജീവിതാന്ത്യം വരെ ഇത് അനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന ഒരുപാട് പേരെ എനിക്ക് കാണാൻ കഴിയും. അതൊക്കെ ഒരു സമൂഹത്തിൻ്റെ നല്ലൊരു നിർദ്ദേശമല്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതെ, 1983-ലുണ്ടായ ഇതുപോലൊരു സംഘടനത്തിലാണ് ജീവിച്ചിരിക്കുന്ന ഒരു രക്തസാക്ഷി എന്നുള്ളൊരു ആ വിശേഷണം സൈമൺ ബ്രിട്ടോയ്ക്ക് സമൂഹം കൊടുത്തത് അല്ലേ? അപ്പം എനിക്ക് തോന്നുന്നു, പക്ഷേ ഈ ആക്രമിച്ച വ്യക്തിയോട് ഒരിക്കലും ഒരു വിരോധമോ അല്ലെങ്കിൽ ഒന്നും വെച്ച് പുലർത്തിയിട്ടില്ല. എപ്പോഴും ഒരു സ്നേഹ മനോഭാവത്തോട് ഇപ്പോഴും അയാളെ കാണുകയാണെങ്കിൽ തന്നെ തനിക്കൊരു വിരോധമില്ലെന്നാണ് പലപ്പോഴും സഖാവ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണിത് പൊറുക്കാൻ സാധിക്കുന്നത്? അതായത് ഇപ്പോൾ ഞങ്ങളെല്ലാം തന്നെ അടിയന്തരാവസ്ഥയുടെ 18 മാസം നേരിട്ട ആൾക്കാരാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അന്ന് അതിനെതിരായിട്ട് പ്രതിഷേധ പ്രകടനം നടത്തി പോലീസ് പിടിക്കാനൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിക്ക് മുമ്പ് തന്നെ 69-ൽ കേരള വിദ്യാർത്ഥി KSF-ലൂടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ ശരിക്കും നമുക്കൊരു രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ആര് തടസ്സപ്പെടുത്താലും, അത് ആയുധമായാലും വാക്കായാലും അതിനെ നേരിടണം. അങ്ങനെയൊക്കെയുള്ളൊരു വിൽ പവർ, പിന്നെ നമ്മളുടെ വായന, നമ്മളുടെ പൊതുജനങ്ങളുമായിട്ടുള്ള ബന്ധം, അവരുടെ കണ്ണുതിരി കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും അങ്ങനൊരു
മാറ്റം വരുത്തി കൊടുക്കണോ, അതിനെന്താ നമ്മളെ കഴിവുകൊണ്ട് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് നമ്മൾ ക്യാമ്പസിലേക്ക് വരുന്നത്. അപ്പോൾ അത് നമ്മളുടെ ഓരോ മനുഷ്യരും ഓരോ മൈൻഡ് സെറ്റും ഓരോ ജീവിതക്രമമാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ അവസ്ഥ ഇതാണ്, ഇതെല്ലാം ഒന്ന് മാറ്റിമറിക്കണം. അതുകൊണ്ടാണ് മാർക്സ് പറഞ്ഞൊരു പദമുണ്ട്, അത് ഏറ്റവും കൂടുതൽ നമ്മൾ സ്വാധീനിക്കുന്നതാണ്. തത്വജ്ഞാനികൾ ലോകത്തെ പല വിധത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ ഇത് മാറ്റിമറിക്കണം. വ്യാഖ്യാനമല്ല, മാറ്റിമറിക്കണം. അപ്പോൾ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് അതിൻ്റെ പ്രായോഗിക ശാസ്ത്രത്തിലേക്ക് പോകണം. ഇതൊക്കെ അതൊരു പ്രത്യയശാസ്ത്രമാണ്. അപ്പോൾ പ്രത്യയശാസ്ത്രം എന്തായാലും അത് തെറ്റായാലും ശരിയായാലും നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് വരുമ്പോൾ ഒരു ആശയം ഒരു ഭൗതിക ശക്തിയായിട്ട് നമ്മളിൽ പ്രവർത്തിക്കുകയാണ്. അത് വരുമ്പോൾ ആ ഭൗതിക ശക്തിക്ക് വേണ്ടി നമ്മൾ ഭൗതിക ശക്തിയായിട്ട് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നമുക്കെല്ലാം നേരിടാൻ വേണ്ടി കഴിയും. ഇത് പറയുമ്പോൾ ഞാൻ ഈ പറയുന്ന എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന സാഹചര്യം 72-71 കാലഘട്ടത്തിലാണ് ഐസക്കിനെ കൊല്ലാൻ വേണ്ടി വരുന്നുണ്ട്. അങ്ങനെ കഷ്ടി ഐസക്ക് അവിടെ വൈകിട്ട് അവിടെ ഉച്ച കഴിഞ്ഞ് ടെറസിൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങുമ്പോൾ കണ്ണടമേ കയറി കിടന്ന് കണ്ണട പൊട്ടിയതുകൊണ്ട് മാത്രം ആണ് രക്ഷപ്പെടുക. വരുമ്പോൾ കണ്ണട ഇല്ലാത്തതുകൊണ്ടാണ് അവർ കൊല്ലാൻ ശ്രമിക്കാതിരുന്നത്. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ പിന്നെ വളരെ PJ ആന്റണി എന്ന് മകൻ കുഞ്ഞുവൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥി SFI സ്ഥാനാർത്ഥിയുടെ അടിയന്തരാവസ്ഥയിൽ എടുത്തു മാറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പാലാജോൺ എന്ന് പറയുന്ന അവിടെ പഠിക്കുന്ന മഹാരാഷ്ട്രയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അയാൾ വളരെ ഭീകരമായ അന്തരീക്ഷം ഉണ്ടാക്കി. എനിക്ക് അയാൾ അറിയാവുന്നതാണ്. അയാളൊരു കത്തിയായിട്ട് PJ ആന്റണിയുടെ വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞ് തൻ്റെ മോനുണ്ടല്ലോ വോട്ട് ചെയ്യാൻ SFIക്ക് വേണ്ടി വോട്ട് ചെയ്താൽ ഈ കത്തി കൊണ്ട് കുത്തി ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞു. പിന്നെ PJ ആന്റണിയുടെ സ്വഭാവം വാച്ച വേഗം മകനെ ഇങ്ങോട്ട് വിളിച്ച് കുറെ തെറി വടാന്ന് പറഞ്ഞു, ഇതെന്റെ മോനാണ്, ഇവനെ വോട്ട് ചെയ്യും, നീ വോട്ട് ചെയ്തില്ലെങ്കിൽ നിന്നെ ഞാൻ ആ കത്തി ഇങ്ങോട്ട് വന്നേക്കണം, ഞാൻ ഇവനെ നിന്നെ കൊല്ലും, അല്ലെങ്കിൽ എനിക്ക് വേറെ കത്തി എടുത്തു കൊല്ലും, മറിച്ച് നീ വോട്ട് ചെയ്തില്ലെങ്കിൽ മനസ്സിലായില്ലേ കുത്തിക്കൊല്ലടാന്ന് പറഞ്ഞു. അപ്പൊ അയാള് രക്ഷകർത്താവാണ്. ഒരു ആണും ഒരു പെണ്ണും മാത്രമേ ഉള്ളൂ. അയാള് കലാകാരനാണ്, വളരെ സെൻസിറ്റീവാണ്. ഇങ്ങനെയുള്ളൊരു തലമുറ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? പക്ഷെ ഇന്ന് നമുക്കതിന് കഴിയുന്നില്ല. അന്ന് ആ കാലഘട്ടത്തിൽ ഒരു വീട്ടില് ഒറ്റ ഇപ്പോഴാണ് വന്നത്. ഇത് അന്ന് PJ ആന്റണിക്ക് ഒറ്റ ഉണ്ടായിരുന്നുള്ളൂ. അതാണ് മഹാരാജ്. അപ്പോഴും എന്താണ് അവൻ പോയി വർക്ക് ചെയ്ത് പാലാജോണൊന്നും ചെയ്തില്ല, കൊല്ലുകയും ചെയ്തില്ല. ഐസക്കിന്റെ കൈക്ക് പിടിച്ചാൽ ഞാൻ ഇന്ന് ആ ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ അവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ കാലഘട്ടത്തിൽ ഒരു കത്തി പ്രയോഗം ചെറുതായിട്ട് നടന്നു കേട്ടിട്ടുണ്ട്. പിന്നീട് ഞാൻ കോളേജിൽ നേതൃത്വം കൊടുക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു ഇടുക്കി ജില്ലയിലെ ഒരുത്തൻ ഓസ്ട്രേലിയൻ സെക്രട്ടറി ആയിരുന്നു. അവൻ വിറക് മറിച്ചു കിട്ടി ഹോസ്റ്റലിൽ. അപ്പോൾ അവനെ വേഗം സംഘടനയിൽ നിന്ന് പുറത്താക്കി. പിന്നെ ഒരു വാച്ച് കള്ളക്കടത്ത് നടത്തുന്ന ഒരുത്തനെ കൊണ്ട് കയറി എന്നാണ് പറഞ്ഞ ഹോസ്റ്റലിൽ. അപ്പോൾ അവനെ പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൻ മറുചേരി പോവുകയും അവനുമായിട്ട് പ്രശ്നം ഉണ്ടാകുകയും അപ്പോൾ സംഘർഷം വരികയും പറഞ്ഞു അവിടെ നിന്ന് പട്ടിക കർഷകമാണ്. അപ്പോൾ നമ്മൾ മാരായുധങ്ങളൊന്നുമില്ല. ഞാൻ അവനെ ആക്രമിക്കാൻ വരുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ പട്ടിക കർഷണം ഇവിടെ കൊണ്ട് എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവനത്തെ സ്പോട്ടിലുണ്ട്. കുട്ടികളെല്ലാം പട്ടിക കർഷണം എടുത്ത് മറ്റേവനെ അടിച്ചപ്പോൾ എന്ത് ചെയ്ത് അടിച്ച പട്ടിയെല്ലാം ഓർമ്മിച്ചതായിരുന്നു. ബലമില്ല, അത് എല്ലാം പഴകി ദ്രവിച്ചതായിരുന്നു, ഒടിഞ്ഞുപോയി. ഒരു കത്തിയെടുത്ത് ഒരൊറ്റ കുത്തി ഉണ്ണികൃഷ്ണനെ. അപ്പോൾ ഉണ്ണികൃഷ്ണനൊന്നും പറ്റിയില്ല. പിന്നെയാണ് എൻ്റെ സംഭവം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ മഹാരാജ് കോളേജിൽ പിന്നെ ഒരു മയക്കുമരുന്നുമായിട്ടുള്ള ഒരു പ്രശ്നം വന്നിട്ട് ഒരു കുത്ത് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ മാത്രമേ നടന്നുള്ളൂ. പക്ഷേ ഈ കുത്തിൽ നിന്നെല്ലാം ഇതെല്ലാം വിദ്യാർത്ഥികൾ തമ്മിലുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുത്തിയ ആൾക്കാരും വിദ്യാർത്ഥികളല്ല. പക്ഷെ വിദ്യാർത്ഥി ഒരാൾ ഇത് സംഘടിപ്പിച്ച് കൊണ്ടുവന്ന പറയുന്നു. അപ്പോൾ പുറത്ത് അത് മാത്രമല്ല അവരുടെ ഏജ് ഗ്രൂപ്പ് 30 ഐസക്കിന്റെ സംഭവത്ത് അതും ഏജ് അത്ര ചെറുപ്പക്കാർ തന്നെയാണ് സംഭവത്തിൽ നേതൃത്വം കൊടുത്തത്. പക്ഷെ CTUT എന്ന് പറയുന്ന കൊച്ചിൻ പോർട്ടിലെ ആൾക്കാർ മാരകായുധങ്ങളുമായിട്ട് അവർ ഏജ്ഡായിട്ടുള്ള ആൾക്കാർ ഒരു പ്രൊഫഷൻ ഉണ്ടാസ് തന്നെയാണ്. കോളേജിലേക്ക് ഇരച്ചു കയറി വരുമായിരുന്നു. അതിനെ നമ്മൾ ഐസക്കും ഗോപിയും ആൽബി വാസുദേവൻ ഇവരെല്ലാം പിന്നെ മറ്റ് ക്ലാസ്സുകളിലെ കുട്ടികൾ ഇവർ വരുമ്പോൾ ഒരു അടയാളം കൊടുക്കുക, അല്ലെങ്കിൽ കാവലാണ് ഈ കോളേജിനെ ആക്രമിക്കാൻ വരുമ്പോൾ. അപ്പോൾ എല്ലാ ക്ലാസ്സുകളിൽ നിന്ന് SFIക്കാർ അവിടെ ഒളിപ്പിച്ചൊരുക്കുന്ന ഹോക്കി സ്റ്റിക്കും വടിയൊക്കെ ആയിട്ട് ഓടി സെൻട്രൽ സർക്കിളിൽ വന്നിട്ട് ഇവരോട്ട് അടിക്കും. അപ്പോൾ ആ കാലഘട്ടത്തിലും ആരും ഇങ്ങനെ കുത്തേറ്റ് മരിച്ചില്ല എന്ന് പറയാനായിട്ടാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒറ്റ കുത്ത് അത് ഹൃദയം പിളർന്ന് മരിക്കുകയാണ്. അത് പിടിച്ചെടുത്ത് മുമ്പിൽ നിന്ന് കുത്തലാണ്. ഞാൻ പോയിട്ട് അർജുൻ്റെ അമ്മ എന്നെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവൻ ബഹളം ഉണ്ടാക്കണം, ക്ലാസ്സിൽ പോകണം, നടക്കാൻ പാടില്ല അവനിപ്പോഴും, അവന് നാട്ടിലേക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ മുറിവുകൾ പറയും, ഇതാണ് എൻ്റെ അവസ്ഥ, നീ ഇപ്പോൾ ഇങ്ങനെ നടക്കാൻ പോയാൽ നിനക്ക് ഇൻഫെക്ഷൻ വരും, ഇന്റേണൽ ബ്ലീഡിങ് വരും, നീ മരിച്ചു പോകും, അങ്ങനെ പോകരുത് എന്നൊക്കെ പറഞ്ഞപ്പോൾ അവന് ബോധ്യപ്പെട്ടു. 2 കുത്താണ്.
അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടും 8 സെന്റിമീറ്ററാണ് അകത്തേക്ക് കയറിയത്. ഒരു കത്തി കയറുന്നത്, ഒരു കത്തി അകത്തേക്ക് അത്ര കയറുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 സെന്റിമീറ്റർ അകത്തേക്ക് കയറണേ. എന്നിട്ട് അത് കരളിന് എടുത്തു കളഞ്ഞു, പിന്നെ പ്ലീഹയ്ക്കും, പിന്നെ ലങ്സിലേക്ക് അത്രയും ഏറ്റില്ല. ഇതാണ് ഇത്രയും സംഭവങ്ങൾ ഉണ്ടായത്. അത് ഇവൻ ആ ഒരു ബഹളത്തിനിടയിലാണ് കുത്തുകൊള്ളുന്നത്. അപ്പോൾ ഒരാൾ ഹാർട്ടിനാണെങ്കിൽ, ഒരാൾ ലങ്സ്, പ്ലീഹ അങ്ങനെയായിരുന്നു. മൂന്നാമത്തെ ഒരാൾ ഈ തൊടയിലൊരു മരണ ഞരമ്പുണ്ട്, അതിൻ്റെ അരികത്തായിട്ടാണ് വിനീതിന് കുത്തുകൊള്ളുന്നത്. അപ്പോൾ ഈ കുത്തിയ സംഗതികളെല്ലാം എന്നാണ്. ഇപ്പം എനിക്കാണെങ്കിൽ നട്ടല്, ശ്വാസകോശം, കരള്, ഹൃദയം പിടിച്ചിട്ടാണ് എന്നെ ചെയ്യുന്നത്. അതിൽ കുത്തിയവൻ അവിടുത്തെ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഇന്ന ആളാണെന്ന് അറിയാം. അപ്പോൾ ഞാൻ അവിടെ വന്നിട്ട് ഞാൻ വേഗം കുത്തുകൊണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കണ്ണിങ്ങനെ. അപ്പോൾ എന്നോട് ഇവനും അർജുൻ പറഞ്ഞതാണ്, സഖാവ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല, എന്തോ ഒരു ഇടി കൊണ്ട പോലെ തോന്നി, പക്ഷെ കണ്ണ് തുറയുന്നില്ല. അതാണ്. അപ്പോൾ എനിക്കതുപോലെ കണ്ണിങ്ങനെ അവർ ഒരു 2 പോലീസുകാരവിടെ നിൽപ്പുണ്ടായിരുന്നു. അതേ സ്ഥാനത്ത് തന്നെ ഇവൻ കത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാൻ അവരോട് മേടിക്കാൻ പറഞ്ഞു. അപ്പോൾ വേറൊരു വിദ്യാർത്ഥി ഇടനാടിയിലോട് പറഞ്ഞു അവനെ കുത്തും ഞാൻ കണ്ടതുകൊണ്ട് അവനെ തടുക്കാൻ വേണ്ടി നിന്നപ്പോൾ പുറയുന്ന ഒരാൾ പിടിച്ചു. 2 പേര് ഈ കൈക്കും പിടിച്ചു. പെട്ടെന്ന് തന്നെ മനസ്സിലായത്, ആദ്യം മനസ്സിലായില്ല, അവരെ തെറിപ്പിക്കാൻ വേണ്ടി ഇരുന്നിങ്ങനെ കുടഞ്ഞപ്പോൾ തലമുടി കയറി പിടിച്ചു. നീണ്ട മുടിയായിരുന്നു. ആ മുടി വളച്ചിട്ടാണ് ആദ്യത്തെ കുത്ത്. അപ്പോഴാണ് സർക്കിൾ ഇൻസ്പെക്ടർ സംഘം വരുന്നത്. എന്നിട്ട് പിന്നെ 3 കുത്ത്, നട്ടല്, ശ്വാസകോശം, ഹൃദയം, കരള്, 4 കുത്ത് കുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുത്തിയിട്ട് എന്നെ എടുത്ത് എറിയാൻ ഞാൻ മലന്ന് കിടക്കുമ്പോൾ കണ്ണു നോക്കുമ്പോൾ ഇവൻ കത്തിയായിട്ട് പിടിച്ച് ചോരയായിട്ടോടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്ക് അവനോട് രക്ഷിക്കാൻ പറയുന്നത് നമുക്ക് നമ്മളൊരു ആത്മാഭിമാനത്തിലെ പ്രശ്നമുണ്ട്. ചുറ്റും നോക്കുമ്പോഴാണ് അവനോട് ഞാൻ പറഞ്ഞില്ല. VK മോനെന്ന് വെച്ചാൽ ഹൈക്കോടതി ജസ്റ്റിസായിട്ട് ഇപ്പോൾ റിട്ടയർ ചെയ്യും, പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിയുടെ ചെയർമാനാണ്. മോനെ കൈകൊണ്ട് വിളിച്ചു, വക്കീലിൻ്റെ വേഷം വരുന്നത്. മോനെ വന്നിട്ട് ഒറ്റയ്ക്ക് പൊക്കിയിട്ട് പൊങ്ങുന്നില്ല. അപ്പോഴാണ് വേറെ 2 പോലീസുകാരോട് നോക്കി നിൽക്കുന്നുണ്ട്. അവരെ വിളിപ്പിച്ചു, പൊക്കി കാഷ്വാലിറ്റിയിൽ. അപ്പോൾ ഞാനോട് മരണമൊഴി എടുത്തു. ഞാൻ വളരെ സിങ്കിങ് കണ്ടീഷനാണ്, അതുകൊണ്ടാണ് ഈ ഞരമ്പുകളൊക്കെ ഈ മരണ ഹേതുവായി വരുമ്പോഴാണ് ഇവിടെ മുറിക്കുന്നത്. ഞരമ്പ് കിട്ടില്ല, അവർക്ക് ബ്ലഡ് കൊടുക്കാനൊന്നും കിട്ടാണ്ട് വരുമ്പോൾ അവരിങ്ങനെ തൊലി വെട്ടിയിട്ടും ആ ഞരമ്പ് വെട്ടിയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറ്റി കൊടുക്കണത്. അങ്ങനെ അത് ചെയ്തു എനിക്ക്. അതുകൊണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ അതും കിട്ടില്ല. അപ്പോൾ ഈ സംഭവം ഹോസ്പിറ്റലിനകത്തല്ല, അപ്പോൾ ഈ പറയുന്ന പോലെ അഭിമന്യുവിന് കുത്തുകൊണ്ട ഗേറ്റിൻ്റെ അവിടെ വെച്ചായിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥയും തദൈവമായിട്ടുള്ള മുഖം. പക്ഷേ ഞാനപ്പോൾ പറഞ്ഞു വെച്ചാൽ ആദ്യം കുത്തുകൊണ്ടപ്പോൾ ഒരു പുതിയ നീല ഒരു ഷർട്ടായിരുന്നു, അത് പുതിയതായിരുന്നു. കുത്തുകൊണ്ടെന്ന് എനിക്ക് ചോര ഒലിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ പുതിയ ഷർട്ട് കീറിപ്പോയില്ല എന്നുള്ളൊരു വിഷമം. പിന്നെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ബ്ലഡ് പോകുന്നു, കണ്ണുറക്കാൻ പറ്റില്ല, അത് കൊല്ലാൻ വേണ്ടിയുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ എൻ്റെ മനസ്സിലാണ് കൊല്ലാനാണെങ്കിൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല, അപ്പോൾ ജീവിക്കണം. അപ്പോൾ ഞാൻ ജീവിക്കണമെന്ന് എന്ത് ചെയ്യണം, ബ്ലീഡ് ചെയ്യുമെന്നറിയാം. അപ്പോൾ എന്ത് ചെയ്യണം, മനസ്സിനെ അങ്ങോട്ട് വളരെ പാസീവാക്കി കളയണം, വളരെ കൂളാക്കി കളയണം. അല്ലെങ്കിൽ ഇത് പോയാൽ ഞാൻ തീർന്നു പോകുന്നറിയാം. അപ്പോൾ നമുക്ക് വാശി, അപ്പോൾ നമ്മൾ ഒരു അടി കേൾക്കുമ്പോൾ നമുക്ക് അങ്ങോട്ട് തിരിച്ചു വാശി. അതാണ് നമ്മളുടെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ചെറുപ്പത്തിൽ തന്നെ ഈ പള്ളിയൊക്കെ ആയിട്ടൊക്കെ ഏറ്റുമുട്ടിയും എല്ലാത്തിനും നിഷേധിച്ച് നടന്നുകൊണ്ടാണ്. അങ്ങനെ ഞാൻ പിന്നെ കണ്ണ് അടഞ്ഞടഞ്ഞ് പോകണേ. ഇത് ഉറങ്ങിപ്പോയാൽ തീർന്നു കേട്ടോ, ഇത് സ്ലീപ്പിങ് വരും. അപ്പോൾ കണ്ണിങ്ങനെ നമ്മൾ സാധാരണ ഈ കണ്ണ് തുറക്കണ അത്രയല്ല, ഈ കണ്ണിങ്ങനെ തുറക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ ബലം പ്രയോഗിച്ച് തുറക്കണം. ആ ബലം പിന്നെ കുറഞ്ഞു വരും, മരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വേറെ ഒന്നും അറിയില്ല നമ്മളപ്പോൾ. അങ്ങനെ ആദ്യത്തെ പ്രാവശ്യം നോക്കിയാലും പോലീസുകാർ നിൽക്കണം. ഞാൻ ഇങ്ങനെ കൈകൊണ്ട് വിളിച്ചു. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് ഞാൻ കണ്ണടച്ച് കിടന്നിട്ട് ഇവരൊന്നും എടുക്കുന്നില്ല, മറ്റേനപ്പോൾ അവിടെ നിൽപ്പുണ്ട്. പിന്നെ ഞാൻ വീണ്ടും ബലമായിട്ട് കണ്ടു. അങ്ങനെ ഒന്നുകൊണ്ടും തുറന്നപ്പോഴാണ് മോഹനം വരുന്നത്. കൈകൊണ്ട് വിളിച്ചു പൊക്കിയെടുക്കാൻ പറഞ്ഞു. അങ്ങനെ പൊക്കിയെടുത്തിട്ട് കാഷ്വാലിറ്റി വരാന്തയിൽ കൊണ്ട് ഇട്ടു. അവിടെ ചെന്നപ്പോൾ അപ്പോൾ പോലീസ് വന്നപ്പോൾ എന്നെ രക്ഷപ്പെടുത്താൻ വന്ന കുട്ടികൾ ഒരേ സമയത്താണ് വന്നത്. മോർച്ചറിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു കുറേ കുട്ടികൾ. ഞാൻ അവരുടെ ഒപ്പം വന്നിട്ട് അവർ രോഗികളെ കണ്ടായതുകൊണ്ട് അവരവിടെ നിന്നു. അതുകൊണ്ടാണ് ഞാൻ ഒറ്റയ്ക്കായി പോയത്. അതിക്ക് മുമ്പ് 10-20 കുട്ടികൾ നോൺ ഷിഫ്റ്റിലെ കുട്ടികൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അന്ന് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ പാർട്ടി ഓഫീസിലിരുന്ന് ഈ വാർത്ത പത്രത്തിന് കൊടുത്തു. 2 മണിക്ക് മുമ്പായിട്ട് താഴെ പ്രഭാത ബുക്ക് സ്റ്റാളിൽ വന്ന് പുതിയ പുസ്തകങ്ങളും മാസികയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നോൺ ഷിഫ്റ്റിലെ കുട്ടികൾ പറഞ്ഞു അവിടെ സംഘർഷം കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ സംഘർഷം കൊണ്ട് വരുമ്പോൾ എതിർ സംഘടനയിൽപ്പെട്ട 2-3 കുട്ടികൾ, ഒരാളൊരു ഹാൻഡിക്യാപ്ഡായിരുന്നു. ഞാൻ പറഞ്ഞു നിങ്ങൾ തെക്കോട്ട് പോകരുത്, വടക്കോട്ട് പോകണം. അപ്പോൾ തെക്കാണ് മറ്റേ എതിർചേരിയിൽപ്പെട്ട ആൾക്കാർ കേന്ദ്രീകരിച്ചിരിക്കണം. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ കൂടെയുള്ള ആൾക്കാർ കുട്ടികളെല്ലാം തന്നെ ഈ തല്ലുകൊണ്ട് കിടക്കുന്ന SFIക്കാരെ കണ്ടാണ്. അവരെ മോർച്ചറിയുടെ വാതിക്കൽ നിന്ന്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ കുത്തുവരുന്നു ഒഴിഞ്ഞു മാറാൻ വേണ്ടി എൻ്റെ ഇടനാടിയിൽ വരുന്നവർ പറയാം ഒച്ച കേട്ട് അവിടെ നിന്ന് ഓടി ഇങ്ങോട്ട് ആൾ വന്നു. ആ ആൾ വരലും പോലീസ് വരലും ഒരുപ്പിലായിരുന്നു. പോലീസ് അവരെ അടിച്ചു. ഒരു കുത്ത് അതിക്കുമ്പോൾ എന്നെ കുത്തിയിരുന്നു നട്ടിൽ. അപ്പോൾ തളർന്നു വരുന്നു. വീണ്ടും വന്നിട്ടാണ് 3 കുത്തുന്നത്. അപ്പോൾ എടുത്ത് എറിയനാണ് എന്നെ. അപ്പോഴാണ് ഈ കണ്ണിൻ്റെ അവസ്ഥ.
പിന്നെ മോഹനം വന്നിട്ട് പൊക്കിയെടുത്തിട്ട് എന്നെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ ഇവരുമായിട്ട് അടിയും തല്ലും നടപ്പുണ്ട്. അവർ പല്ലൊക്കെ വിളിച്ചെറിഞ്ഞ പോലീസ്. അപ്പോൾ ആകെ അന്തരീക്ഷമൊക്കെ മാറി. അത് മാറിക്കഴിയുമ്പോൾ അവിടുത്തെ ആൾക്കാർ എന്നോട് ചോദിക്കണത് എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്നത്, എന്നെ ശുശ്രൂഷിക്കേണ്ട ആൾക്കാർ ചോദിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു കത്രിക കൊണ്ട് എൻ്റെ ഈ ഷർട്ട് എൻ്റെ ഇവിടെ വെട്ടി മാറ്റാണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ ഉള്ളതും കൂടി പോകുമെന്ന് എനിക്കറിയായിരുന്നു. അത് മാറ്റിയിട്ട് പിന്നെ മുണ്ട് ഞാൻ പറഞ്ഞു ഇതുപോലെ മുണ്ടെടുത്ത് മാറ്റാൻ പറഞ്ഞു. മുണ്ടായിരുന്നു അത് മാറ്റിയിട്ട് ഞാൻ പറയാം ഷഡ്ഡി വെട്ടിയിട്ട് അതും കളയാം, പൂർണ്ണ നഗ്നനാക്കാൻ പറഞ്ഞു. എന്നിട്ട് എൻ്റെ കമത്തി കിടത്തിയിട്ടും വിരൽ കൊണ്ട് മുറിവ് കൊണ്ട് ഫസ്റ്റ് എയ്ഡ് തരാൻ പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ഒരു രക്തസാക്ഷിയുണ്ട് പറവൂർ. ഇതുപോലെ എതിർ സംഘടനയിൽപ്പെട്ട ആൾക്കാർ CPM-കാരായിരുന്നു. അവരെ തല്ലാൻ വന്ന് ഇവർ തല്ലി അവർ കിടക്കുമ്പോൾ കൃഷ്ണൻകുട്ടി വേഗം എഴുന്നേറ്റ് പോടാന്ന് പറഞ്ഞാൽ അവിടെ ഒരാളിങ്ങനെ മയങ്ങിയ പോലെ കിടക്കണമായിരുന്നു. അയാൾ എന്തോ എന്നറിയില്ല. അപ്പോൾ പോടാന്ന് പറയാണ്ട് തട്ട് കെട്ടി തിരിഞ്ഞ് കിടക്കുമ്പോൾ അവൾ വന്നിട്ട് കുത്തി. കൃഷ്ണൻകുട്ടിയെ കൊണ്ട് നേരെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ എന്താണ് ഈ ശരീരം മുഴുവനും ചോരയായിരുന്നു. പക്ഷേ ചോര ആയതുകൊണ്ട് എല്ലാം ഊണ്ടും അവർ തിരിച്ചറിഞ്ഞില്ല. അങ്ങനെയെല്ലാം മരിച്ചു പോയത് ഒറ്റ കാരണം അതായിരുന്നു. അതിൻ്റെ മനസ്സിലുണ്ടായിരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞെന്താണ്. പിന്നെ ഓപ്പോസിറ്റീവ് ഈ ജയൻ അത് മട്ടാഞ്ചേരിയിൽ ഒരാൾക്ക് അപ്പോൾ അതിന് ഞാൻ ബ്ലഡ് കൊടുക്കാൻ പോയിരുന്നു. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഓപ്പോസിറ്റീവ്. അപ്പോൾ തന്നെ ഞാൻ 2 ഫോൺ നമ്പർ പറയുന്നുണ്ട്, CIT ഓഫീസിലെയും CPM ഓഫീസിലെയും. അപ്പോഴും അത് പിന്നെ ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണമെന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവിടെ ചെന്നപ്പോൾ ഇതെല്ലാം മാറ്റിയിട്ട് ഊണ്ട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോഴാണ് അവിടെ വന്നിട്ട് ഇവർ ഇങ്ങനെ ഡോക്ടേഴ്സിൻ്റെ കമൻറ്റ് വരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എന്നെ കുത്തിയവനെ കൊണ്ടുവന്നു. പെട്ടെന്ന് അന്നത്തെ സമയത്ത് ഓട്ടോറിക്ഷക്കാരും അവിടെയുള്ള നാട്ടുകാരെല്ലാം കൂടി നഗരത്തിലുള്ള ആൾക്കാരെ പരിചയമുള്ളതുകൊണ്ട് അവർ ഹോസ്പിറ്റലിൽ വളഞ്ഞപ്പോൾ ഇവന് രക്ഷപ്പെടാൻ പാടില്ല. അവൻ കൃത്യമായിട്ട് പിടുത്തം കൊടുത്ത് അവനും ഇവിടെ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കുന്നുണ്ട്. ആ ചീത്ത വിളിക്കുക കഴിഞ്ഞിട്ടാണ് എന്നെ മരണമൊഴി എടുക്കുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് കൊണ്ടുപോയി. ഡോക്ടേഴ്സ് പറയണത് ഇതാണ് രാഷ്ട്രീയം, ഇത് കണ്ടില്ലേ, കുത്തുകൊണ്ട് നടക്കുന്നത് കണ്ടില്ലേ എന്നും പറഞ്ഞാൽ അവരത് ചീത്ത വേറെ ഉണ്ട്. അപ്പോൾ ഇത്രയും ഒരു അസന്തുഷ്ടമായ സമയത്താണ് ഞാൻ പറഞ്ഞത് എനിക്ക് പകയില്ലെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് എന്നെ കുത്തിയവൻ വീണ്ടും എന്നെ ചീത്ത വിളിക്കുന്നത്. 2 സർക്കിൾ ഇൻസ്പെക്ടർ വന്നിട്ട് പറയുന്നത് ഇതെല്ലാം ബോംബിട്ട് നശിക്കണം, ഈ കോളേജ് ക്യാമ്പസ് അല്ല. മൂന്നാമതെന്ന് വെച്ചാൽ ഡോക്ടേഴ്സ് പറയണത് ഈ നരകം പിടിച്ച രാഷ്ട്രീയമാണ് ഇങ്ങനെയുള്ള ഉണ്ടാക്കിയത് അവർ. പിന്നെ അതെല്ലാം പറയുമ്പോഴാണ് എന്നോട് വന്നിട്ട് പോലീസുകാരെ വന്നിട്ട് മരണമൊഴി കൊടുക്കാനുണ്ട്. അപ്പോൾ ഇന്ന ആളുടെ മകനാണ് കുത്തിയതെന്നൊക്കെ ഞാൻ കൃത്യമായി പറയുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് ആരോടും ഒരു പകയില്ല. കാരണം ഞാൻ ആലോചിച്ച് ഇവനോടൊരു ദിവസം പോലും സംസാരിച്ചിട്ടില്ല. ഓമനക്കുട്ട സാർ ഒരു മരാസിലൂടെ നടന്നു പോകുമ്പോൾ അവൻ അറിയുമെന്ന് ഇന്ന ആളുടെ മകനാണെന്ന് പറഞ്ഞു. അവൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ കുത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാൾ കുത്തിയാൽ പിന്നെ എനിക്ക് എന്ത് വിരോധം? ഇത് തന്നെയാണ് അർജുനോട് ഞാൻ പറഞ്ഞു കൊടുത്തത്. അർജുനൻ നിന്നെ കുത്തിയത് ആരാണെന്ന് അറിഞ്ഞിടാം. നീ ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിൻ്റെ ആരോഗ്യം നിലനിർത്തുക. കേരളീയ സമൂഹത്തിന് ആവശ്യമെന്ന് വെച്ചാൽ നിന്നെ ആവശ്യം. നീ മിടുക്കനായി പഠിച്ച് ഈ സമൂഹത്തിലെ ഒരു നല്ലൊരുത്തനായിട്ടൊന്ന് മാറണം. അതാണെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. അപ്പം നീ അവൻ്റെ വിരോധം കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലച്ചോറ് തന്നെ എപ്പോഴും പ്രതികാര വാഞ്ച വരും. അത് നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും, നമ്മളെ ഹീലിംഗ് പവറിനെ ബാധിക്കും. അപ്പോൾ ഞാനതെല്ലാം ഇറ്റ് ഹാപ്പൻഡ്, അത് സംഭവിച്ചു. ഇനി എന്തിനു സംഭവിച്ചു എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇനി എങ്ങനെ അതിജീവിക്കാം, അതായിരുന്നു എൻ്റെ മനസ്സിൽ. എനിക്ക് തോന്നുന്നു ഈ ഇപ്പോൾ പറഞ്ഞ ഇൻസിഡൻസ് പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ തളർന്നു കിടക്കുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ കുത്തുകൊണ്ട്, അപ്പോഴും ജീവിക്കണം എന്നുള്ളൊരു ആ ഒരു ഉൾവിളി അല്ലെങ്കിൽ ഇതിനെ എനിക്ക് പ്രതിരോധിക്കണം എന്നുള്ള ആ ഒരു ആത്മധൈര്യം എപ്പോഴും സൂക്ഷിച്ചിരുന്നു ആ സമയത്ത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോഴും സഖാവിന് ഈ ഇങ്ങനെ ഒരു നിലയിലാണെങ്കിലും ഇരിക്കാൻ സാധിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആ സമയത്ത് രക്ഷപ്പെടണം എന്നുള്ളൊരു തോന്നലുണ്ടായതുകൊണ്ട്. പക്ഷെ അതിനുശേഷം എന്തുകൊണ്ടാണ് ഒരു കുറച്ച് നാളത്തേക്ക് സഖാവ് ഒതുങ്ങിപ്പോയത് ശരിക്കും ജീവിതത്തിൽ? ഈ ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞുള്ള കുറച്ച് കാലം 10 വർഷം ഞാൻ വീടിന്റെ അതെ, എന്തുകൊണ്ട് അങ്ങനെ ഒതുങ്ങിയിരുന്നു? എന്താണെന്ന് വെച്ചാൽ എന്റെ ശരീരത്തിന്റെ അവസ്ഥ 4 കുത്തുണ്ട്. T3 T4 ഇഞ്ചറി പഴുത്ത T3യിലേക്ക് കയറി. സാധാരണ ഒരു നട്ടല് രോഗിയുടെ അവസ്ഥയായിരുന്നില്ല എൻ്റെ അവസ്ഥ. എനിക്കൊരു 6 മാസം ഒരു വൈകിട്ടാകുമ്പോൾ വിറവലും, അത് എത്ര പേര് പിടിച്ചാലും കമ്പിളിയിട്ടാലും ഒതുങ്ങാത്ത തണുപ്പ് മാറാത്ത വിറവലായിരുന്നു. 2 വർഷം മൂത്രം 24 മണിക്കൂർ ഡ്രിബിൾ ചെയ്ത് പോകുമായിരുന്നു. അപ്പോൾ ഈ സോവിയറ്റ് റഷ്യ, ജർമ്മനി എവിടെയൊക്കെ എന്നെ കൊണ്ട് ചികിത്സിക്കാം. റഷ്യക്കാരെ കൊണ്ടെല്ലാം പറഞ്ഞു. അവർ പറഞ്ഞ വേറെ ഒന്നുമില്ല, ഫിസിയോതെറാപ്പി എടുക്കുക. പിന്നെ ഡോക്ടർ വാടിയ ജസ്ലോഗില, അതുപോലെ പൂന, അത് ബൂട്ടാ സിംഗ് ആയിരുന്നു. ബൂട്ടാ സിംഗ് വഴി മിലിറ്ററി ഹോസ്പിറ്റലിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. അപ്പോൾ ഞാൻ എന്നെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ മരിച്ചു. അത്രയൊക്കെ ഉണ്ടായിരുന്നു. ഇത് മുറിവ് പുറത്തിട്ടില്ല. 1 വർഷത്തിൽ മേലെ പിടിച്ചിട്ടാണ് ഈ നട്ടലിൻ്റെ ആ ഭാഗം പുറത്തത്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഞാൻ ആ സമയത്ത് തന്നെ ഞാൻ വീടിൻ്റെ അകത്ത് തന്നെ ആയിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ ഇതായിരുന്നു. 10 വർഷം പനിയായിരുന്നു. പിന്നെ അന്ന് ഞാൻ 12 മണിക്കൂർ വ്യായാമം എടുക്കുമായിരുന്നു.
അപ്പോൾ എങ്ങനെ വന്നാലും ഇതിൻ്റെ അകത്ത് നിന്ന് റിക്കവർ ചെയ്യണമെന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി തന്നെ വീടിൻ്റെ അകത്ത് കയറി അകത്തുനിന്ന് പുറത്തേക്ക് പോകാൻ പറ്റുന്നില്ല. ശരീരം അതിനുള്ള അത് പുറത്തേക്ക് പോരുന്നതാണ്. നട്ടല് പൊട്ടി കത്തി ഉള്ളിലേക്ക് കയറി നട്ടല് പൊട്ടി. അപ്പോൾ പിന്നെ എന്താണ് സംഭവിക്കണം? അപ്പോൾ കംപ്ലീറ്റ് റെസ്റ്റ് ആയിരുന്നു. അതാണ്. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുക. അപ്പോൾ ഇതും ഹോസ്പിറ്റലിൽ ചികിത്സ, ഫുൾ ടൈം ചികിത്സയാണ്. അതുകൊണ്ടാണ് പിന്നെ പുറത്തേക്ക് പോകുക എന്ന് വെച്ചാൽ ഇൻഫ്ലമേറ്ററി ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ തല തൂങ്ങിയിരിക്കുള്ളൂ. അപ്പോൾ മഴക്കാലം ഇപ്പോൾ വെയിലുണ്ട്, കുറച്ച് കഴിയുമ്പോൾ മങ്ങിക്കഴിഞ്ഞാൽ എന്നെ ആരോ മുറി അടച്ചിട്ടിരുന്നാലും എല്ലാം ഇങ്ങനെ വലിഞ്ഞു മുറുകി ഞെക്കി പിഴിയണമെന്ന് തോന്നുന്നു. ശരീരത്തിന് തീരെ വയ്യ. 10 വർഷം പുറത്തേക്ക് പോകാനായിട്ടുള്ള ശാരീരിക അവസ്ഥ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. പക്ഷെ ആ സമയത്താണ് എൻ്റെ വായന കുറേ ഏറെ നടത്തിക്കൊണ്ടിരുന്നത്. ഈ സമയത്തായിരുന്നു. അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതിരുന്നതല്ല, ഞാൻ ആ വായന നടത്തിയിരുന്നു. അതുപോലെ ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നതിന് ഇപ്പോൾ ഈ എൻ്റെ ആദ്യത്തെ നോവല് ഈ സമയത്താണ്. ചില ലേഖനങ്ങൾ എഴുതുന്നുണ്ട്, വായന നടക്കുന്നുണ്ട്. അതായത് മഹാഭാരതം മുഴുവൻ വോളിയും വായിച്ചു തീർക്കുന്നുണ്ട്, 12 വോളിയും. ബൈബിൾ, ഖുർആൻ, ഗീതാഞ്ജലി. ഇത് ഞാൻ വേറെ ആളിരുത്തി ഇങ്ങനെ വായിക്കുന്നേ. അപ്പോൾ സജീവമായിരുന്നു. ഞാൻ വേഗം നടക്കുമ്പോൾ ഈ വായന നടക്കുമായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ പുറത്തേക്ക് പോകാനായിട്ട് എന്റെ ശരീരം അനുവദിക്കുന്നില്ലായിരുന്നു. പക്ഷെ ഈ 10 വർഷത്തിന് ശേഷമുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന് തന്നെ പറയാം. ശരിക്കും ഈ ഭാരത പര്യടനം 18 സംസ്ഥാനങ്ങളിൽ നിന്നുന്ന എല്ലാ എന്താ പറയുക, യാത്ര ചെയ്യാനും കാഴ്ചകൾ കാണാനും ആഗ്രഹിക്കുന്നവരെ എല്ലാം അസൂയപ്പെടുത്തുന്ന രീതിയിലുള്ള, അതിനെപ്പറ്റി ഒന്ന് പറയാം. അതിനെക്കുറിച്ച് എൻ്റെ ആദ്യത്തെ യാത്ര ജേക്കബടക്കാഞ്ചേരിയായിരുന്നു പ്രകൃതി ഹിൽസ് എടുത്ത്. അത് കഴിഞ്ഞിട്ട് അയാള് ഇപ്പോൾ കുറച്ച് വ്യത്യാസം വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു നമുക്ക് ഇനി പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ പുറത്തേക്ക് പോകാനായിട്ട് എൻ്റെ തലയൊക്കെ കറങ്ങും. 10 വർഷം വീടിൻ്റെ അകത്തിരുന്നിട്ട് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഒന്നിങ്ങനെ ഇരുമ്പോൾ തറ കറങ്ങുന്ന പോലെ കിട്ടുന്ന വരുന്നത്. അപ്പോൾ ആദ്യത്തെ ദിവസം ജേക്കബ് ഓട്ടോറിക്ഷയിൽ ഇരുന്നിട്ടൊന്ന് ചുറ്റിക്കറക്കി ഒന്ന്, പിന്നെ 2ാമത് പോയി, 3ാമത് പോയി. എവിടെ പോകണം, എന്തിനു പോകണം, ചെല്ലുമ്പോൾ അവസാനം ആദ്യമൊക്കെ എല്ലാവരും സ്വാഗതം ചെയ്ത് പിന്നെ പോയിക്ക് എന്താ വന്നതെന്നാ ചോദിക്കാൻ. ഇവിടെ എവിടെ പോയിരിക്കാം, കുറച്ച് നേരം മെറൈൻ ഡ്രൈവിൽ കുറച്ച് ദിവസം ഒരു. അപ്പോൾ ഇങ്ങനെ വന്നാണ് ഞാൻ തിരുവനന്തപുരത്ത് SFI സമ്മേളനം നടക്കുമ്പോൾ. പിന്നെ ഞാൻ SFIയുടെ സ്റ്റേറ്റ് സമ്മേളനം നടക്കുമ്പോൾ സംസാരിക്കാൻ വേണ്ടി മാരാസിൽ പോയി. സ്റ്റേറ്റ് സമ്മേളനം നടക്കുന്നത് ബാബറി മസ്ജിദ് ഇടിച്ചിട്ടെന്നായിരുന്നു. പക്ഷെ എനിക്ക് ശ്വാസകോശത്തിനുള്ള കപ്പാസിറ്റി പോയി. അങ്ങനെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല. 1-2 വാക്ക് പറയുമ്പോൾ പിന്നെ സംസാരം നിന്ന് പോകണമായിരുന്നു. യോഗ എടുത്തിട്ടാണ്. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് പിന്നെ പോകുന്നുണ്ട്, അവിടെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ചികിത്സയും യാത്രയോട്ട് ഇങ്ങനെ വന്നിട്ട് പിന്നീട് MLA ആയി. അപ്പൊ പിന്നെ യാത്രയോട് യാത്ര. 8:30 നിയമസഭ, 9 മണിക്ക് നിയമസഭയിൽ നിന്ന് പോയി നേരെ കണ്ണൂർ പോയി 11:30 പിറ്റേ ദിവസം പ്രസംഗിച്ച് പിറ്റേ ദിവസം എറണാകുളത്ത് വന്ന് അത്രയും ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ തോന്നി. ഇതിനിടയ്ക്കാണ് ഞാൻ വീണ്ടും ഈ കണ്ടീഷനിലൊരു യാത്ര നടത്തി. അത് നേരെ പോയത് ആഗ്ര, UP, ഡൽഹി, ഹരിയാന, ഹിസാർ, റോത്തക്ക്, അവിടെയൊക്കെ പോയി പ്രസംഗിച്ചിട്ട് പിന്നെ അതിനുശേഷം ബോംബെ പോയി. ബോംബെയിൽ 28 പ്രസംഗം അവിടെ നടത്തി. അത് ഇതിന് ശേഷം ഇപ്പോൾ ഒരു 2000-ന് ശേഷമാണ് അത് അങ്ങനെയുള്ള യാത്ര നടത്താൻ തുടങ്ങിയത്. 2002-2004 കാലഘട്ടത്തിലാണ്. പിന്നെ അപ്പോഴും പിന്നെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് പിന്നീട് പോയത് MLA ആയതിനു ശേഷം ഒരു യാത്ര നടത്തി. അന്നാണ് ഞാനിവിടെ രാജസ്ഥാൻ ചുറ്റിക്കറങ്ങിയത്. ഹരിയാന പോയി, ഡൽഹി പോയി, രാജസ്ഥാൻ ചുറ്റിക്കറങ്ങി വന്നു. അപ്പോൾ ഈ അങ്ങനെയൊക്കെ ഇത് ഇനി എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വണ്ടിക്കകത്ത് കിടക്കണം, അതിനവിടെ സൗകര്യമില്ല. അതിന് പ്രത്യേക ഒരു ഒരു സ്ഥലം ഉണ്ടാക്കി അങ്ങനെ എല്ലാം ആലോചിച്ച് വളരെ സജ്ജീകരണങ്ങളോടുകൂടി പിന്നെ ബോഡി എങ്ങനെ റിയാക്ട് ചെയ്യും, തൊലി പൊട്ടുക, ഇതെല്ലാം വന്നതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ എൻ്റെ കണ്ണിനെ ഞാനൊരു പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച പോയി. ഒരാൾ കാഴ്ച പോകുന്ന എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കാഴ്ച പോയത്. മഞ്ഞ് വീഴുന്ന ചരിത്രാംഗത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ കാഴ്ച പോകുന്നുണ്ട്, ഷെർഷാ സാഹിബിൻ്റെ. ആ എഴുതിയ ഉടനെ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച പോയി. പിന്നെ അയാൾക്ക് കാഴ്ച കിട്ടുന്നുണ്ട്. അപ്പോൾ കണ്ണിൻ്റെ ഒരു കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തീരുമാനിച്ചു ഇനിയിപ്പോൾ എല്ലാ കാഴ്ചയും പോകുന്നതിന് മുമ്പ് ഈ കാഴ്ചകൾ കാണണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യാദൃശ്യമായിട്ടൊരു ചില ചർച്ചകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ നേരെ ഇവിടുന്ന് യാത്ര, അനന്തമായ യാത്ര, അതെൻ്റെ സങ്കല്പത്തിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ നമ്മളെ യാത്ര, അപ്പോൾ എല്ലാവരും എവിടെ പോകണമെന്ന് ചോദിച്ചു. എനിക്ക് എവിടെയെന്നറിയില്ല, എന്തിനാ പോകണത് അതെനിക്കറിയില്ല, ഞാനങ്ങനെ പോകുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് എഴുത്തും കുറച്ച് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനിയും അനന്തമായ യാത്ര വീണ്ടും. അപ്പോൾ എനിക്ക് ഒരുപാട് സൗഹൃദങ്ങൾ ഹിന്ദി മേഖലയിലുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ആദ്യം പറഞ്ഞ പത്രക്കാരെ അറിയിക്കരുതെന്ന് പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ തൊലി പൊട്ടിയാൽ പിന്നെ 3 മാസം കവന്ന് കിടക്കണം, യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു വാട്ടർ കുഷൻ ഉപയോഗിച്ചിട്ട് പോയതുകൊണ്ട് മാത്രമാണ് തൊലി പൊട്ടാതിരുന്നത്. പിന്നെ 42 ഡിഗ്രി ചൂട് വരെ.
പിന്നെ ഈ ഹിമാലയത്തിലെ മഞ്ഞുമാളികളുടെ തണുപ്പ്, ഇത് രണ്ടും ഞാൻ അതിജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും ഞാൻ പറയണ്ടെങ്കിൽ ബോഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ മാൻ ഹാസ് എ ബോഡി ആൻഡ് എ മൈൻഡ്. ഒരു മനുഷ്യന് ഇത് രണ്ടും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും നമ്മളിപ്പോൾ പറഞ്ഞുതരാം, എന്നോടിപ്പോൾ ഒരു തെറി, പച്ചത്തെറി എന്നോട് പറയുക, മനസ്സിലായില്ലേ? തെറി പറയുന്നു, ആ തെറി എനിക്ക് കൊള്ളണ എപ്പോഴാണ്? അത് ഞാൻ എന്റെ മനസ്സിലേക്ക് അല്ലെങ്കിൽ എനിക്കൊന്നുമില്ല, ഞാൻ ചിരിച്ചോണ്ടിരിക്കുക, നിങ്ങൾ തെറി പറയാം. പക്ഷെ ശരീരത്തിലേക്ക് നമ്മൾ ഇടിക്കുമ്പോൾ നമുക്ക് വേദന വരും. അതാണ് മൈൻഡ്. ഒരാള് നിങ്ങൾ എന്തെങ്കിലും, ഇപ്പോൾ എനിക്കറിയാം, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ, കോളേജിൽ പ്രീഡിക്ക് പഠിക്കുമ്പോൾ കണ്ണൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി സെക്കൻഡ് ഗ്രൂപ്പിലുണ്ടായിരുന്നു. അവര് തമ്പുരു കടം മേടിച്ചു. ആ തമ്പുരു അറിയാണ്ട് അതിന്റെ തന്ത്രി പൊട്ടിപ്പോയി. ആ വിഷമത്തിൽ അവൻ സൂയിസൈഡ് കളഞ്ഞു, ആത്മഹത്യ ചെയ്ത് കളഞ്ഞ്. നമ്മളൊക്കെ വലിയ ഫീൽ ചെയ്താണ്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ നമ്മള് ഇപ്പോ ഈ ഒരു മൈൻഡ് ആൻഡ് ബോഡി എന്നുണ്ട്. ഞാൻ കിടന്നതെല്ലാം തന്നെ വയലില്, പാടത്ത്, റെയിൽവേ സ്റ്റേഷനില്, റോഡരികത്ത്, ശ്മശാനത്ത്, വേശ്യാലയത്തില്, ചരിത്ര സ്മാരകങ്ങൾക്കിടയിൽ, അതുപോലെ കന്യാസ്ത്രീ മഠത്തില്, അതുപോലെ ധർമ്മശാലയില്, പിന്നെ ഗുരുദ്വാരയില്, പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെയും പാർട്ടി ഓഫീസിൽ, അങ്ങനെയൊക്കെ കിടന്ന് ഇന്ന സ്ഥലത്ത് കിടക്കണമെന്നൊരു നിശ്ചിതമൊന്നുമില്ല. കേരള ഹൗസിൽ കിടക്കണമെന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേക ഒരു അപ്പൊ നമ്മൾ നാച്ചുറൽ ബീയിങ് ആയിട്ട് മാറുകയാണ്.